ജനങ്ങളെ ശ്രവിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ശ്രീധർ, പത്മശ്രീ 2026. ഞാൻ എന്റെ എല്ലാ പുതിയ സംരംഭങ്ങളും 0 മുതൽ മുടക്കിലാണ് തുടങ്ങാറ്. നിരവധി വ്യക്തികളുടെയും സർക്കാർ സംഘടനകളുടെയും സഹകരണവും ഏകോപനവും എന്നിലേക്കെത്തി. ഏഷ്യയിലെ പ്രമുഖ കലാശാലകളിലൊന്നായ ചെന്നൈ താമ്പരത്തിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഡോക്ടർ ശ്രീധരന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. അദ്ദേഹത്തെ വളർത്തിയ മുത്തച്ഛൻ അവിടെ തമിഴ് വിഭാഗം തലവനായിരുന്നു. കാഴ്ച പരിമിതി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മാവന്റെ പ്രേരണയാൽ ഒരു കയ്യെഴുത്തു മാസിക അദ്ദേഹം തയ്യാറാക്കി. ഇതേ തുടർന്ന് സ്വദേശി മിത്രൻ പത്രത്തിൽ ജനകീയ ശാസ്ത്രത്തെക്കുറിച്ച് ഒരു കോളം എഴുതാനുള്ള അവസരവും ലഭിച്ചു. കെമിസ്ട്രിയിൽ PhD പൂർത്തിയാക്കിയ ഡോക്ടർ ശ്രീധർ MCCയിൽ പ്രൊഫസറാകാൻ ആഗ്രഹിച്ചു. അക്കാര്യം സാധ്യമായില്ല. അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു അവസരം ലഭിച്ചു. പത്രങ്ങളിലും മാസികകളിലും ശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ പരിചയം സഹായകമായി. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ നെറ്റ്വർക്കിന്റെ ആദ്യ സയൻസ് റിപ്പോർട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ ശ്രീധർ അടുത്ത 23 വർഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ ചെന്നൈ, കോയമ്പത്തൂർ, പിന്നീട് ഡൽഹി എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. ഈ കാലം മുഴുവൻ ഡോക്ടർ ശ്രീധർ ശാസ്ത്രോത്സവങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ച് വിദ്യാഭ്യാസത്തിനായി റേഡിയോ ഉപയോഗിച്ചു. റേഡിയോ ഇന്ററാക്റ്റീവ് ആകണം എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം മാധ്യമത്തിന് പുതിയൊരു ദിശ നൽകി. 1991 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ചേർന്ന് അദ്ദേഹം കുട്ടികൾക്കായി 18 ഭാഷകളിൽ വിജ്ഞാൻ വീഥി പ്രോഗ്രാം സീരീസ് ആരംഭിച്ചു. ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം പോലുള്ളവ ടിവിയിൽ വർഷങ്ങളോളം പ്രദർശിക്കപ്പെടുമ്പോൾ ഒരു ദീർഘകാല റേഡിയോ സീരിയൽ എന്തുകൊണ്ട് സാധ്യമല്ല? ദ സ്റ്റോറി ഓഫ് മാൻ, മാനവ് കാ വികാസ് എന്ന റേഡിയോ സീരിയൽ കുട്ടികൾക്കായുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും സുദീർഘമായ ശാസ്ത്ര പരിപാടിയായിരുന്നു. ഇത്ര വലിയ തോതിലുള്ള ഒരു പരിപാടി മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല. ദൂരദർശനിലും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും പ്രവർത്തിച്ച ശേഷം ഗ്യാൻ ദർശൻ ചാനലുകൾ ആരംഭിച്ച ഡോക്ടർ ശ്രീധർ 2004 ചെന്നൈയിലെ അണ്ണാ സർവകലാശാലയിൽ രാജ്യത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ ചാനൽ ആരംഭിച്ചു. കമ്മ്യൂണിറ്റി റേഡിയോ കുറഞ്ഞ ചെലവിലും പവറിലും പ്രവർത്തിക്കുന്ന 15 കിലോമീറ്റർ പരിധിയുള്ള റേഡിയോ സ്റ്റേഷനാണ്. 10 അടി വലിപ്പമുള്ള സ്റ്റുഡിയോയിൽ പോലും ഇത് ആരംഭിക്കാം. ഇത് RJ ഒന്നുമില്ലാതെ ജനങ്ങളാൽ, ജനങ്ങൾക്കായി, ജനങ്ങളിൽ നിന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി റേഡിയോ 550-ലധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു, കൂടുതലും ഗ്രാമങ്ങളിൽ. രാജ്യം അദ്ദേഹത്തെ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ഡിജിറ്റൽ റേഡിയോ മോൺട്രിയാൽ പോലുള്ള സാങ്കേതിക വിദ്യകൾ മികച്ചതെന്നും അവ വ്യാപകമായി സ്വീകരിക്കണമെന്നും ഡോക്ടർ ശ്രീധർ വിശ്വസിക്കുന്നു. ഡിജിറ്റൽ റേഡിയോയ്ക്ക് ഇപ്പോൾ ദൃശ്യ ഘടകവുമുണ്ട്. ഡോക്ടർ ശ്രീധർ പൊതുസേവനത്തിലെ നവോത്ഥാനത്തിന്റെ ഉദാഹരണമാണ്. തന്റെ കരിയറിലുടനീളം അദ്ദേഹം നിയന്ത്രണങ്ങളെ സ്വീകരിച്ചിരുന്നില്ല. കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വളരെ കുറഞ്ഞ നിക്ഷേപമേ ആവശ്യമുള്ളൂ. ഇതിന് സബ്സിഡിയും ലഭിക്കും. ഇത് ജനങ്ങൾ നിർമ്മിച്ചതും സ്വീകരിച്ചതും നിയന്ത്രിക്കുന്നതുമായിരിക്കണം. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ടായിരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം. ഡോക്ടർ ആർ ശ്രീധർ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.